എറണാകുളം ചേരാനല്ലൂരിലെ കോറുകോട്ടം ദ്വീപിലെ നിവാസികൾക്ക് ഇനി ആശ്വാസകാലം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ദ്വീപിലേക്കുള്ള പാലത്തിനും റോഡ് പദ്ധതിക്കും അനുമതി ലഭിച്ചു. എൺപത്തഞ്ച് കുടുംബാംഗങ്ങളുള്ള കോറുകോട്ട് ദ്വീപ് നിവാസികൾക്ക് യാത്രാമാർഗമായി ആശ്രയിക്കുന്നത് ബോട്ട് സർവീസിനെയാണ്. കൃത്യം രാവിലെ 6:30 തുടങ്ങുന്ന ബോട്ട് സർവീസ് രാത്രി 9 മണിവരെയുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള സമയങ്ങളിൽ വഞ്ചിയില്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇവർക്ക്. ദ്വീപിലേക്കുള്ള പാലത്തിനും റോഡ് പദ്ധതിക്കും അനുമതി ലഭിച്ചതോടെ കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ദുരിതത്തിനാണ് ആശ്വാസമായത്. ഇപ്പം നമുക്ക് 9 മണിവരെ ഇവിടെ വഞ്ചിയുള്ളത്. അത് കഴിയുമ്പോഴത്തേനും വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഇക്കരയ്ക്ക് ഇറക്കി തരും. എന്തെങ്കിലും എമർജൻസി കേസ്, ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇറക്കി തരും. അല്ലാതെ പിന്നെ സ്വന്തമായിട്ട് വഞ്ചിയുള്ളവർക്ക് അങ്ങനെ പോവാം. നല്ല ബുദ്ധിമുട്ടുണ്ട്. മീൻസ് നമുക്ക് എന്തെങ്കിലും വന്ന് കഴിയുമ്പോൾ ഒന്ന് കൊണ്ട് ഇക്കരയ്ക്ക് ഇറക്കാനാണ് ബുദ്ധിമുട്ടാണ്. ഓരോ ലക്ഷം വരുമ്പോഴും പാലത്തിൻ്റെ ഫ്ലെക്സ് ബോർഡ് വരും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയും. പിന്നീട് അത് മുങ്ങിപ്പോവുകയും ചെയ്യും, ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ അവസ്ഥ ഇതുവരെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസം മുമ്പാണ് നമുക്കൊരു ന്യൂസ് കിട്ടിയേക്കണത്. അങ്ങനെ പാലത്തിൻ്റെ 15 കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഫോണിലും വാട്സപ്പ് എല്ലാതും വന്നിട്ടുണ്ട്. കുറുങ്കോട്ടക്കാരുടെ ആവശ്യമല്ല, അത്യാവശ്യമാണത്. കാരണം ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലാണ് ഞങ്ങളുടെ ജീവിതം പോണത്. ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ വെല്ലിച്ചൻ്റെ മോൻ സാബു എന്നാണ്, ആ ചേട്ടൻ മരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വഞ്ചിയിലാണ്ട് തെക്ക് പോയിട്ട് വഞ്ചി വലിച്ച് പൊട്ടിച്ചാണ് ഞാൻ സിരാജ് എന്ന കൂട്ടുകാരനും കൂടെ അക്കരയ്ക്ക് എത്തിച്ചേക്കണത്. ഒരു ഓട്ടോയിലൊന്നുമില്ല രാത്രിയൊക്കെ. പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന പദ്ധതി പ്രകാരമാണ് പാലത്തിനും റോഡ് പദ്ധതിക്കുമുള്ള 15 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. 130 മീറ്റർ നീളത്തിൽ പാലവും 1.5 കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും പദ്ധതിയിലുണ്ട്. പദ്ധതി രേഖയും നിയമ നടപടികളും കഴിഞ്ഞാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കലും നിർവ്വഹണവും നിലവിൽ തദ്ദേശീയ വകുപ്പിന്റെ ചുമതലയിലാണ്. കോറുകോട്ട് ദ്വീപിലെ നിവാസികൾക്ക് പാലവും റോഡുമെല്ലാം ഇനി നടപ്പിലാക്കാനുള്ള പദ്ധതികളെല്ലാം വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ പദ്ധതി രേഖ നടപ്പിലാക്കണം, ഭരണസമിതിയുടെ അനുമതി വേണം. അങ്ങനെ 8 മാസത്തിനുള്ളിൽ ഇവിടെ ഉള്ളവർക്കൊരു പാലവും റോഡും ഉണ്ടാകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ 8 മാസത്തിനുള്ളിൽ ഈ ഭൂരേഖയും അതോടൊപ്പം തന്നെ പാലം പദ്ധതിക്കായുള്ള രേഖകളും എല്ലാം നിയമപരമായി നടന്നു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെ ഇവിടെ നടപ്പാക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.